ഹായ് മക്കളെ, നമസ്കാരം. ഓരോ പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പരിശോധിക്കുകയാണ് നമ്മളിവിടെ, അല്ലേ? കഴിഞ്ഞ 2 വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മത്സ്യം എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം തന്നെ പഠിച്ച് മുന്നോട്ട് പോവാണ്. കൂടെ തന്നെ എന്ത് ചെയ്തേക്കണം, പഠിച്ചേക്കണം. ചോദ്യം ഇതാണ്: പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ? പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ മത്സ്യം പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് വരാം. സമകാലിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കവിതയാണ് മത്സ്യം. ഇരകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ഇരകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. പരുന്തിൻ കണ്ണുകളും ചൂണ്ടക്കൊളുത്തുകളും ചതിക്കുഴികളുമായി കാത്തിരിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. മത ന്യൂനപക്ഷങ്ങൾ, അവശ ജനവിഭാഗങ്ങൾ, അരികവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ, ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീകമാണ് മത്സ്യം. ആരൊക്കെയാണ്? മത ന്യൂനപക്ഷങ്ങൾ, അവശ ജനവിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, അവശ ജനവിഭാഗങ്ങൾ, അരികവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ, ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീകമാണ് മത്സ്യം. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. തൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് കുതിക്കുന്ന മത്സ്യം ചെറുതുകളുടെ അതിജീവനത്തെ സൂചിപ്പിക്കുന്നു. പ്രലോഭനങ്ങളിൽ വഴങ്ങാതെ സ്വതന്ത്രമായി ജീവിക്കുന്നവനെ വേട്ടയാടി പിടിക്കുന്ന തന്ത്രം തന്നെയാണ് കവിതയിലും കാണുന്നത്. ഓക്കെ, ഈ ഉത്തരം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം അടുത്ത ചോദ്യവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.